ഗോത്രമഹാസഭയുടെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ ഗോത്രമഹാസഭയുടെ സമരത്തിൽ അന്ന് സ്പോട്ടിൽ മരണപ്പെട്ട ആളാണ്, വെടികൊണ്ട് മരണപ്പെട്ടാണ്. ഇപ്പോൾ ജോഗിയണ്ണൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വെടിയുണ്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെടികൊണ്ട് മരണപ്പെട്ട ജോഗിയണ്ണൻ്റെ ആ വ്യവസ്ഥിതിയിൽ ഒരു കേസ് പോലും അതിൽ പുനരന്വേഷണം എന്ന് പറയാനല്ല, കേസേ എടുത്തിട്ടില്ല. കേസ് തന്നെയാണ് ഇനി നടക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഒരു കേസ് നടത്തി ജോഗിയണ്ണൻ്റെ കുടുംബത്തിനും നീതി ലഭിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാവണം. ഇപ്പോൾ 23 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആദിവാസികൾ അത് ഒരു കേസായിട്ട് എടുക്കണമെന്ന് പറയുന്നത് ഈ സമൂഹത്തിന് തന്നെ അപകാസ്യമായിട്ടുള്ള ഒരു രീതിയാണ് ശരിക്കും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോഗിയണ്ണൻ്റെ മരണവും കൂടി കേസായി എടുത്ത് അത് അന്വേഷണം നടത്തി അതിനനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരം പോലെയുള്ള കാര്യങ്ങൾ ജോഗിയണ്ണനും ശരിക്കും കിട്ടണം. അപ്പോഴാണ് നീതി നടപ്പിലാവുന്നത്. അപ്പോൾ നീതിയിലുള്ള ഈ വിവേചനത്തിൻ്റെ അകലം ഇനിയെങ്കിലും കുറയ്ക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗോത്രമഹാസഭയ്ക്ക് പറയാനുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ അങ്ങോട്ട് ചെല്ലാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ഞങ്ങൾ ഇനി മുഖ്യമന്ത്രിയായിട്ട് അടുത്ത ദിവസം പോയി സംസാരിക്കും. അപ്പോൾ നേരിട്ട് പോയി സംസാരിക്കും. അപ്പോൾ മുഖ്യമന്ത്രി നമ്മളെ കാണാനും കാര്യങ്ങൾ കേൾക്കാനും സന്നദ്ധരായിട്ടുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. തുടരന്വേഷണമല്ല, കേസ് അന്വേഷണം വേണമെന്ന്. പാതി വഴിയിലിട്ടിട്ടല്ലോ, കേസായിട്ടേ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് കേസ് അന്വേഷണം തന്നെയാണ് ആരംഭിക്കേണ്ടത്. സംസാരിക്കും. ഇപ്പോൾ ഉള്ള സർക്കാർ, നമ്മൾ അതിൻ്റെ ഒരു അസോസിയേറ്റ് മെമ്പറാണ്. ഞങ്ങൾ പറയുന്ന കേൾക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഉള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇത് കേൾക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഇതിനൊരു തുടർ നടപടി ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കേസ് ഇപ്പോൾ കൊലപാതക കേസിലടക്കം ആളുകളെ വെറുതെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കേസിൻ്റെ വിധി നമുക്കറിയാലോ. അപ്പോൾ ഇതിലൊക്കെ വെറുതെ വിട്ട സ്ഥിതിക്ക് ഈ കേസ് ഇനി കണ്ടിന്യൂ ചെയ്തു പോകേണ്ടത് ആവശ്യമില്ല. ഈ കേസ് ശരിക്കും വിഡ്രോൾ ചെയ്യേണ്ട കേസുകളാണ്. ഇപ്പോൾ അതിനകത്തുള്ള ആളുകൾക്ക് തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, ഇപ്പോൾ 74 പേര് പ്രതികളായിട്ടുള്ള കേസാണ് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ ആ കേസിനകത്ത് പല ആളുകൾക്കും നടന്ന് ഇവിടത്തേക്ക് വരാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഒക്കെ മനസ്സിലാക്കി ഈ കേസ് വിഡ്രോൾ ചെയ്യണം എന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം.